ക്രോസ്ഫയറിൽ റവന്യൂ മന്ത്രി കെ രാജനാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. മിനിസ്റ്റർ സ്വാഗതം. ഇപ്പോൾ ദുരന്തത്തിൻ്റെ 7ാം ദിവസമാണ് ഇന്ന്. ഈ കണക്കുകൾ സംബന്ധിച്ച് ഇപ്പോഴും വലിയ അവ്യക്തത നിലനിൽക്കുകയാണ്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്? മരണക്കണക്കുകൾ സംബന്ധിച്ച്, കാണാതായവരെ സംബന്ധിച്ച്, നാശനഷ്ടങ്ങളെ സംബന്ധിച്ച്? അവ്യക്തത എന്നൊക്കെ പറഞ്ഞാൽ ഈ ദുരന്തത്തിൻ്റെ ആഴവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവ്യക്തതയില്ല. പക്ഷേ നമുക്ക് അവ്യക്തതയുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടവരാരൊക്കെ എന്ന് തിരിച്ചറിയാനോ പരാതിപ്പെടാനോ പോലും കഴിയാത്ത വിധത്തിലുള്ളവരെ കണ്ടെത്തുക എന്ന താല്പര്യം കൊണ്ടാണ്. 216 പേരായിരുന്നു ഒരു ദിവസം മുമ്പ് വരെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മിസ്സിംഗ് കേസുകൾ. ഇന്നലെ അത് 180 അത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൃതദേഹങ്ങൾ വരുമ്പോൾ ക്യാമ്പുകളിൽ കണ്ടെത്തുമ്പോൾ കാണാത്തവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ ഇതല്ലാത്തൊരെണ്ണവും ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ലക്ഷ്മി മസ്ജിദിനടുത്ത് പോയി കാണും. അതിനോട് ചേർന്ന് കിടക്കുന്ന വീട്, ആ വീട്ടിൽ 5 പേര് നഷ്ടപ്പെട്ടു. ആര് പരാതിപ്പെടാൻ, ആരന്വേഷിക്കാൻ? അപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നം മിസ്സിംഗ് ആയ ആളുകളെ കണ്ടെത്തുന്നത് മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. ആ പ്രോസസ്സ് കൃത്യമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തിരി സമയം വൈകുന്നത്. അല്ലെങ്കിൽ കിട്ടിയ പരാതിയിൽ വന്നവരെത്ര എന്ന് നോക്കി ബാക്കിയുള്ളതെല്ലാം മിസ്സിംഗ് എന്ന് കരുതിയാൽ മതി. അങ്ങനെയല്ല. ഗവൺമെൻറ് ഇപ്പോൾ പരിശ്രമിക്കുന്നത് റേഷൻ കാർഡ് വെച്ച്, നേരത്തെ വോട്ടർ പട്ടികയായിരുന്നു ആദ്യം പരിശ്രമിച്ചിരുന്നത്. പക്ഷേ വോട്ടർ പട്ടിക വെച്ചാൽ നമുക്ക് കുട്ടികളുടെ കണക്കുണ്ടാകില്ല. ഇപ്പോൾ റേഷൻ കാർഡ് വെച്ച് കിട്ടുന്ന കണക്ക്, നമ്മുടെ അംഗനവാടി ആശാവർക്കർമാരുടെ കയ്യിലുള്ള കുടുംബങ്ങളിൽ കൊടുക്കുന്ന സംവിധാനങ്ങളെക്കുറിച്ചുള്ള കണക്ക്, ഇലക്ട്രിസിറ്റി കണക്ഷനുമായി ബന്ധപ്പെട്ട കണക്ക്, ഇവിടെ മേപ്പാടി പഞ്ചായത്തിൽ വളരെ ശ്രദ്ധേയമായ വിധത്തിൽ ഹരിത കർമ്മസേനയുടെ ഒരു മാലിന്യ നിർമ്മാർജ്ജന യൂണിറ്റ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആളുകളുടെ കണക്ക്, ഇതെല്ലാം കൂട്ടി നോക്കി അതിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ജീവനോടെയും അല്ലാതെയും ലഭ്യമായ ആളുകളുടെ വിശദാംശങ്ങൾ കുറച്ചാൽ നമുക്ക് ഏതാണ്ട് മിസ്സിംഗ് ആയ ആളുകളുടെ നമ്പർ കിട്ടും. പക്ഷേ അതിലും പ്രയാസമുള്ള കാര്യം, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് ആസ് ഓഫ് നൗ 158 ബോഡി പാർട്സ് ഉണ്ട്. 160 ഉണ്ട്. അതിൽ 2 നേരത്തെ ഡീകമ്പോസ് ആയതുകൊണ്ട് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 158 ബോഡി പാർട്സ് ഉണ്ട്. അത് ആരുടെയാണ് എന്ന് നിശ്ചയിക്കാനുള്ള സംവിധാനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. DNA പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ പോയി. അതോടൊപ്പം ക്യാമ്പുകളിലുള്ള രക്തസാമ്പിളുകൾ ശേഖരിച്ചു വരുന്നു. രക്തസാമ്പിളുകൾ കൊടുത്ത് ഈ DNA-യുമായി മാച്ച് ചെയ്ത് ഒരുമിച്ച് നോക്കിയതിന് ശേഷമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഒരു 3-4 ദിവസം ഇനിയും അതിന് സമയം പിടിക്കും. അപ്പോഴാണ് വീണ്ടും എണ്ണം കുറയുക. ഇപ്പോൾ ലക്ഷ്മി നമ്മളിരിക്കുന്നത് തന്നെ ആരുടെ വീട്ടിലാണ്, ആരുടെ സ്വപ്നത്തിൻ്റെ പുറത്താണ് എന്ന് പറയാൻ കഴിയാത്ത വിധം മനുഷ്യൻ ഒറ്റപ്പെട്ടു പോയ, പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള ദുഃഖത്തിൻ്റെ ഒരു സങ്കടസാഗരം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയവരെത്ര എന്ന് വളരെ മൈന്യൂട്ടായി അന്വേഷിക്കുക. കണ്ടുപിടിക്കാവുന്ന അവസാനത്തെ അംഗം പോലും, നേരത്തെ നമ്മൾ അവസാനത്തെ മനുഷ്യൻ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ നിന്നും വിട്ടു അവസാനത്തെ ശരീര അംഗങ്ങൾ പോലും കണ്ടെത്തുക എന്ന ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ DNA ടെസ്റ്റിൻ്റെ ഫലമൊക്കെ എപ്പോഴത്തേക്ക് എത്തുമായിരിക്കും? അത് ഞാൻ പറഞ്ഞത്, DNA ടെസ്റ്റ് 3 ദിവസത്തെ സമയം കൊണ്ട് ലഭ്യമാകും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള രക്തസാമ്പിളുകളുടെ ഡീറ്റെയിൽസ് കിട്ടണം, രണ്ടും തമ്മിൽ മാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരാഴ്ചത്തെ സമയം എല്ലാം കൊണ്ട് കൂടി വേണ്ടി വരും. എല്ലാം കൊണ്ട് കൂടി വേണ്ടി വരും. അതിപ്പോൾ നോക്കിയിട്ട് ആരെന്ന് തിരിച്ചറിയാം എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കൂ. ഈ പ്രദേശത്ത് ഇപ്പോൾ പറയുന്ന റേഷൻ കാർഡുകൾ വെച്ച് നമ്മൾ കണക്കാക്കുമ്പോൾ അവിടെ ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്ര ഹോം സ്റ്റേകൾ, അങ്ങനെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടുണ്ട്. പലപ്പോഴും ടൂറിസ്റ്റുകൾ വരും. പിന്നെ പാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളുണ്ട്. അവരുടെയൊക്കെ കണക്ക് എങ്ങനെ സമാഹരിക്കാനാണ് ആലോചിക്കുന്നത്? പാഡികളിൽ ലയങ്ങളിൽ ഉള്ളവരുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്നത് കമ്പനികളിൽ നിന്ന് മേടിക്കുന്ന മസ്റ്റർ റോൾ വെച്ചിട്ടാണ്. അത്രേ നമുക്ക് പറ്റുള്ളൂ. അതല്ലാതെ വേറൊരു അറിവും നമുക്ക് ലഭ്യമാകില്ല. മസ്റ്റർ റോൾ വെച്ച് ലിസ്റ്റ് എടുക്കുന്നു. റിസോർട്ടുകളിലെ ലഭ്യമായ ആളുകളെ വെച്ച് അവരുടെ രജിസ്ട്രേഷൻ നോക്കി കണക്കെടുക്കുന്നു. ഇനി ഇത് രണ്ടും കഴിഞ്ഞാൽ അതിഥി തൊഴിലാളികളുമായി ഹിന്ദി നല്ലതുപോലെ കൊളോക്കിയലായി അറിയാവുന്ന ആളുകൾ കൗൺസിലിംഗ് നടത്തി ഇനി ഈ മസ്റ്റർ റോളിൽ ഇല്ലാത്ത ആരെങ്കിലും വിലാസം ഉൾപ്പെടെ, കേന്ദ്രം ഉൾപ്പെടെ കിട്ടാനുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. ഈ വഴി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷണം കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുകയാണ്.
ഇപ്പം ദുരിതാശ്വാസം സംബന്ധിച്ച് വീടുകൾ വെച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വരുന്നവർ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നഷ്ടപ്പെട്ട വീടുകളേക്കാൾ കൂടുതൽ വാഗ്ദാനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി സർക്കാരിന് മുന്നിൽ ഇപ്പോഴുള്ള സംവിധാനം എന്താണ്? അല്ലെങ്കിൽ അതിലേക്കുള്ള പ്രോസസ്സൊക്കെ ഏതുവരെ എത്തി? സർക്കാർ ഒരു വലിയ ആശയം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഈ ദുരന്തം ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ വിധത്തിൽ വീട് വെച്ച് നൽകുന്നതിനെ എതിർക്കാൻ നമുക്കാകില്ല. പക്ഷെ സർക്കാരിൻ്റെ അഭ്യർത്ഥന സർക്കാർ ആരംഭിക്കുന്ന ഈ പൊതു പുനരധിവാസ പാക്കേജുമായി കൂടിച്ചേർന്ന് മനസ്സ് വെച്ച് നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പൊതു ഡിസൈൻ ഉണ്ടാകും, ഒരു പൊതു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് സുനാമിയിലെ ഒരു അനുഭവം നമ്മൾ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പലർ വന്ന് സർക്കാരിൻ്റെ തന്നെ ഭൂമി ഏറ്റെടുത്ത് പലയിടങ്ങളിലായി വീട് വെച്ച് നൽകി. ചിലത് നിലവാരത്തിലൊക്കുന്നില്ല എന്ന് പറഞ്ഞു, ചിലത് 6 മാസം കഴിഞ്ഞപ്പോൾ തീർന്നു, ചിലത് 1 വർഷം കഴിഞ്ഞപ്പോൾ തീർന്നു, ചിലത് കുറേ കാലം നിന്നു. അവർക്ക് ഒരു ഘട്ടത്തിൽ ഭൂമി രേഖാമൂലമല്ല എന്ന് പറഞ്ഞു. മെയിൻ്റനൻസിന് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന സംശയം വന്നു. ഇതൊന്നും ഇല്ലാത്ത വിധത്തിൽ സമ്പൂർണ്ണമായി ഒരു പുനരധിവാസ പാക്കേജ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അത് പ്രഖ്യാപിക്കാനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പൂർണ്ണമായും നമ്മൾ ഈ വാഗ്ദാനങ്ങളുമായി വരുന്നവരെ ഇപ്പോൾ എങ്ങനെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? അല്ല, സർക്കാർ എല്ലാവരോടും കാത്തിരിക്കാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഒരു പരിപാടി തയ്യാറാക്കുന്നുണ്ട്. ആ പരിപാടിയുമായി ചേർന്ന് നിൽക്കാവുന്ന ആരെയും സർക്കാർ ചേർത്ത് പിടിക്കും. പക്ഷേ അതൊരു സർക്കാർ പ്ലാനായിരിക്കും. പുനരധിവാസത്തിന് ഒരു കേരള മോഡൽ അതായിരിക്കും നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പിന്നെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വീടില്ലാത്തവർക്ക് വീട് കൊടുക്കലാണോ? അതുകൊണ്ട് തീരുമോ? പുനരധിവാസത്തിന് വീടില്ലാത്തവർക്ക് വീട് കൊടുത്താൽ, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുത്താൽ തീരും എന്ന് കരുതുന്നവർ തെറ്റായ ധാരണയിലാണ്. 5 കോടിയും 3 കോടിയും 2 കോടിയും 150 വീടും ഒന്നും പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാധാരണ വീട്ടമ്മമാരുണ്ട് നാട്ടിൽ. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ അനാഥമായ 2 കുട്ടികളെ കൂടി പോറ്റി വളർത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അമ്മമാർ, മുല കൊടുക്കേണ്ട കുട്ടികൾ വല്ലവരും ഉണ്ടെങ്കിൽ ഞങ്ങളത് കൊടുക്കാം എന്ന് പറയുന്ന അമ്മമാർ, അതിനേക്കാൾ വലിയ പുനരധിവാസം ഉണ്ടോ? എത്ര കോടി കൊടുത്താൽ അത് സാധ്യമാകും? ആ മനസ്സാന്നിധ്യത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കേണ്ട ബിഗ് സല്യൂട്ട്. 3.5 കോടി മലയാളിയുടെ ഹൃദയത്തിലുള്ള വേദനയാണ് പുനരധിവാസം. അതിന് പണമോ അതിന് വീടിൻ്റെ എണ്ണമോ അതിൻ്റെ നിലവിലുള്ള പ്രഖ്യാപനങ്ങളോ അല്ല യാഥാർത്ഥ്യം. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. എന്തു നഷ്ടപ്പെട്ടു എന്ന് ആദ്യം അറിയണം. ഞാൻ വികാരപരമായി പോകാൻ ശ്രമിക്കുകയല്ല, പക്ഷേ എന്ത് നഷ്ടപ്പെട്ടു എന്നറിയണം. വീട്ടിൽ ഇനി നോക്കാൻ ആരുമില്ലാത്ത, അമ്മയെന്ന് വിളിച്ചു പരിചയമില്ലാത്ത കുട്ടികൾ ഉൾപ്പെടെയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരെ കൂടി ചേർത്ത് നിർത്തുന്നതാണ് നമ്മുടെ പുനരധിവാസ പാക്കേജ്. അല്ലാതെ ഒരു വീടുണ്ടാക്കി കൊടുത്തു, ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തു, നമുക്ക് ആധാർ കാർഡ് കൊടുത്തു, ടെലിഫോൺ കൊടുത്തു, അതിൽ അവസാനിപ്പിക്കുന്ന ഒരു പുനരധിവാസ പാക്കേജല്ല. സനാതത്വത്തിലേക്ക്, അനാഥത്വത്തിൻ്റെ വികാരത്തിലേക്ക് പോയ ചൂരൽമലയെ തിരിച്ചു പിടിക്കുക, വയനാടിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പുനരധിവാസ പാക്കേജ്. ലോകം കണ്ട ഒരു കേരള മോഡൽ പുനരധിവാസ പാക്കേജിലൂടെ ഈ കേരളം സൃഷ്ടിക്കും. അതൊരു വികാരപരമായ പ്രശ്നമാണ്. അതിലിപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഈ ഓഫർ ചെയ്ത എല്ലാവരോടും നന്ദി. അത് പ്രത്യേകമായ അവരുടെ കൂടി സഹായമില്ലാതെ നടക്കില്ല ഈ കാര്യങ്ങൾ. സർക്കാരിന് മാത്രം, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ സർക്കാരിന് മാത്രമായി ചെയ്തു തീർക്കാവുന്നൊരു ചുമതലയല്ല ഇത്. ആ വിധത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല. 3.5 കോടി മലയാളിക്ക് ഒറ്റ ശ്വാസഗതിയേ ഉള്ളൂ. അത് മലയാളത്തിൻ്റെ ശ്വാസഗതിയാണ്, അത് മലയാളത്തിൻ്റെ മാനവികതയാണ്, അത് മലയാളത്തിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുകയും എന്താണോ അവർക്ക് നഷ്ടപ്പെട്ടത് അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതുണ്ടായിരുന്നെങ്കിൽ എന്ന് നാളെ തോന്നാത്ത വിധത്തിൽ അവരെ പുനരധിവസിപ്പിക്കുക. എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മകനുണ്ടായിരുന്നെങ്കിൽ എന്ന് നാളെ ഒരു വികാരം തോന്നാത്ത വിധത്തിൽ അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിക്കുന്ന ഒരു പ്രധാന. വേറൊരു കാര്യം, ഇപ്പോൾ അവർ സ്കൂളുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെയാണ്. അങ്ങനെ എത്ര കാലം അവരെ അവിടെ സാധ്യമാകില്ല. പക്ഷേ ഒരു മിനിമം സമയം വേണ്ടി വരും. ഇന്നേക്ക് ഒരാഴ്ച തികഞ്ഞിട്ടില്ല. നാളെയാണ് ഒരാഴ്ച തികയുന്ന ദിവസം, അല്ലെങ്കിൽ ഇന്ന് അർദ്ധരാത്രിയാണ് ഒരാഴ്ച തികയുന്ന ദിവസം. സ്വാഭാവികമായിട്ടും ഈ കണ്ടെത്തലിൻ്റെ ഹിറ്റാച്ചി JCB ശബ്ദങ്ങൾക്ക് ഒരു ചെറിയ ശബ്ദം കുറയുന്ന ഒരു ഘട്ടം വരുമല്ലോ. ആ ഘട്ടത്തിലാണ് നമുക്ക് ഇവരെല്ലാവരെയും, ഇപ്പോൾ ഇവർക്ക് കൊണ്ടുപോകാനുള്ള വാടക വീടുകൾ ഇവിടെയുണ്ടോ? ഇല്ല. ഇവരെ അകലേക്ക് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമോ? ഇവരുടെ പൊക്കിൾക്കൊടി ബന്ധം അറ്റുപോകും.
അപ്പോൾ ഇവരെ ക്യാമ്പുകളിൽ നിന്ന് അധികം വൈകാതെ മാറ്റി സുരക്ഷിതമായ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണം. പിന്നെ അത് സ്ഥിര സംവിധാനത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ 3 ഘട്ടമായിട്ടുള്ള പാക്കേജാണ്. 1, ദുരന്തം നടക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടുത്തുക. 2, അവരെ താൽക്കാലിക പുനരധിവാസം ഉറപ്പുവരുത്തുക. 3, കുറ്റപറ്റ വിധത്തിൽ സ്ഥായിയായ പുനരധിവാസത്തിന് ശ്രമം. അതെവിടേക്കായിരിക്കും? ഈ ടൗൺഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പ്രദേശത്ത് തന്നെ ആയിരിക്കും. അതെങ്ങനെയാണ് സർക്കാർ? നമ്മളിപ്പോൾ അങ്ങനെ ആ വിധത്തിലേക്ക് പോകേണ്ടതില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളാരും. ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്നതാണ്. ഏറ്റവും അടുത്ത, ഇവർക്ക് ഏറ്റവും പ്രാപ്യമായ, ഇവർക്ക് വലുതായി ഒരു സാഹചര്യം മാറാത്ത വിധത്തിലുള്ള ഏത് കേന്ദ്രമാണെങ്കിലും നമുക്ക് സൗകര്യപൂർവ്വം സന്തോഷപൂർവ്വം ആലോചിക്കാം. ആ വിധത്തിലാണ്, ആർക്കും പ്രയാസമില്ലാത്ത വിധത്തിലായിരിക്കും അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് സംഭവിക്കും. ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ മഴ കണക്കുകളൊക്കെ ഇവിടെ രേഖപ്പെടുത്തി വരുന്നുണ്ട്. പക്ഷേ അത് വെച്ച് കണക്കാക്കിയാൽ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് മേപ്പാടിയിലാണ്. മേപ്പാടിയിൽ അതിവർഷമാണ്. പക്ഷേ വയനാടിൽ 14% കുറവ് മഴയും. അപ്പോൾ ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ അല്ലേ അലേർട്ടുകൾ മുകളിലേക്ക് സത്യത്തിൽ പോവേണ്ടത്? ആ ഒരു കണക്കുകൂട്ടലുകളിൽ നമുക്കൊരു പാളിച്ച വന്നിട്ടുണ്ട്. ഒരു പാളിച്ചയും നമുക്ക് വന്നിട്ടില്ല. നമുക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടുക? നമുക്ക് വിവരം കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി IMD ആണ്, കേന്ദ്ര കാലാവസ്ഥ പ്രവചന വിഭാഗം. 2018 ആ വിധത്തിലുള്ള അറിയിപ്പിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് വാദിച്ചപ്പോഴാണ് നമ്മൾ IBM വെതർ, സ്കൈമെറ്റ്, GFS, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് പോലും ലഭ്യമാകുന്ന മുഴുവൻ വിവരങ്ങളെയും നമ്മൾ സ്വാംശീകരിക്കാൻ ശ്രമിച്ചു. ഇനി പ്രാദേശികമായ അലർട്ടുകളിലേക്ക് വരാൻ കഴിയുന്ന അത്യാധുനിക സംവിധാനങ്ങൾ നമുക്കുണ്ടാകണം. ഇപ്പോൾ കേരളത്തിന് ലഭ്യമായ വിധത്തിൽ ലഭ്യമാകുന്ന അറിവുകളെല്ലാം നമ്മൾ നൽകി കഴിഞ്ഞു. ഈ കേരള വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഓരോ പഞ്ചായത്തിലെയും മഴ കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ? നേരത്തെയോ? കണക്ക് നോക്കൂ. ഒരു ദിവസം മുമ്പ് രേഖപ്പെടുത്തൂ. ആ കണക്ക് ഉണ്ടായ മഴയുടെ അളവ് രേഖപ്പെടുത്താം. അതുകൊണ്ട് എന്താ ഒരു ഗുണം ഉണ്ടാകുന്നത്? എന്താണ്? മഴ പെയ്ത് വീണതിൻ്റെ അളവ് രേഖപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ മാപിനികളുണ്ട്. നമ്മൾ നേരത്തെ പരിചയമില്ലാത്ത വിധത്തിൽ 192 mm മുതൽ ഇപ്പം 400 mm വരെ മഴ 24 മണിക്കൂറിനുള്ളിൽ ഒരേ പോയിന്റിൽ വീഴുക. ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ നമ്മൾ ഈ 48 മണിക്കൂറിനുള്ളിൽ 572 mm മഴ ഒരേ പ്രദേശത്ത് പെയ്യുക. എവിടെയെങ്കിലും നമുക്ക് മുന്നറിയിപ്പ് ആ വിധത്തിൽ ലഭ്യമായിരുന്നു. നേരത്തെ ഇവിടെ അന്ന് രാവിലെ ഓറഞ്ച് അലർട്ടാണ്, റെഡ് അലർട്ട് പോലും ഇല്ല. നമുക്ക് ആ 2 ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കേന്ദ്ര കാലാവസ്ഥ പ്രവചന വകുപ്പ് നൽകുന്ന അറിവാണ്. നമ്മൾ വേറെ ഇവിടെ നിന്നാണ് അറിവ് സമാഹരിക്കുക? യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് പോലും ലഭ്യമാകുന്ന അറിവുകളുടെ സകല സങ്കേതങ്ങളും നമ്മൾ തേടിപ്പോയി. ഇനി കുറെ കൂടി ഒരു കാൽക്കുലേഷനിൽ ഒരു പുനർവിചിന്തനം വേണമെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണ് മെഷർ ഉള്ളത്? പറയൂ, നമുക്കത് നോക്കാം. 2018 പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ ഇവിടെ അതിവർഷമാണ് ഈ മേപ്പാടി പഞ്ചായത്തിൽ. പക്ഷേ വയനാടിന്റെ ശരാശരി നോക്കുമ്പോൾ 14% കുറവ് മഴയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് കിട്ടാവുന്ന എല്ലാ വിദഗ്ധ അഭിപ്രായങ്ങളും തേടിയിട്ടുണ്ട്. ആ വിധത്തിൽ വരുന്ന കാലത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് നല്ലതുപോലെ പരിശ്രമിക്കാം. പക്ഷേ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ സോഴ്സുകളും, ലോകത്ത് ഇതുവരെ വിതരണം ചെയ്യുന്ന എല്ലാ സോഴ്സുകളും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രവചനങ്ങൾ നൽകുന്ന സംവിധാനങ്ങൾ പോലും നമ്മളെടുത്തു. ഇനിയും മൈന്യൂട്ടായി നമ്മൾ താഴത്തേക്ക് പോകാം. പരമാവധി അത് നോക്കി ഉണ്ടാകാം. ഈ മഴയത്ത് തലേ ദിവസം അറിവ് ലഭ്യമായിട്ടും മാറാത്ത ആളുകൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരമാവധി അറിവ് ലഭ്യമാക്കുക, ആളുകൾ അറിയിക്കുക. ഒരു ദുരന്തം ഉണ്ടാക്കുമ്പോൾ ആ ദുരന്തത്തിൻ്റെ പ്രദേശങ്ങളിൽ ഇന്നതില്ലാത്തത് കൊണ്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഒരു സമഗ്രമായിട്ടുള്ള നിർദ്ദേശം നിങ്ങൾ വെച്ചാൽ ആ നിർദ്ദേശത്തെ സന്തോഷപൂർവ്വം ഞങ്ങൾ തീർച്ചയായും മാധ്യമങ്ങളെല്ലാം അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുമായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ നിന്ന് ഇൻസെൻസിറ്റീവായി പറയുന്നു എന്നും മിനിസ്റ്റർ വിചാരിക്കരുത്. മറ്റൊരു കാര്യം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്ന ആവശ്യങ്ങൾ വരുന്നുണ്ട്. അത് സാങ്കേതികമായി എത്രത്തോളം പ്രായോഗികമാണ്? ഒരു പ്രയാസവും. കാരണം L0, L1, L2, L3 4 വിധത്തിലാണ് സാധാരണ നിലയിൽ ദുരന്തത്തെ ഡിഫൈൻ ചെയ്യുക ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച്. വെരി സിവിയർ നാച്ചർ എന്ന വിധത്തിൽ കാണാവുന്നതാണ് L3. L3യിലേക്ക് ഇനിയിപ്പോൾ ദേശീയ ദുരന്തം എന്ന വാക്ക് പ്രയോഗിക്കാനായില്ലെങ്കിൽ L3യിലേക്ക് ദേശീയ ദുരന്തം എന്ന വാക്കിനെ ഞങ്ങൾ ഉപയോഗിച്ചത് ഇന്ത്യ കണ്ടതിൽ വെച്ചൊരു രാജ്യം തന്നെ ഭീതിയോടെ കാണുന്ന ഒരു ദുരന്തം എന്ന നിലയിലാണ്. അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അനുസരിച്ച് L3 എന്ന വിഭാഗത്തിലാണ് വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസാസ്റ്റർ ഇൻ
വെരി സീരിയസ് സീവിയർ നേച്ചർ എന്ന വിഭാഗത്തിൽ പെടുത്തുന്നതാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ദേശീയ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൗകര്യങ്ങളും അതിൻ്റെ സഹായങ്ങളും സാധാരണ ജനങ്ങൾക്ക് കിട്ടണം, അവരെ പുനരധിവസിപ്പിക്കാൻ അത് ഉപകാരപ്പെടണം. അതാണ് ഈ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചർ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഇടത്തിൽപ്പെടുത്തണം എന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രി കത്തയച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം, ചൊവ്വാഴ്ചയാണ് ഈ ദുരന്തമുണ്ടായത്, ഒരു 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിനോട് കേരളം ആവശ്യപ്പെട്ടു, കത്തയച്ചു. അപ്പോൾ ആ വിധത്തിൽ L3 വിഭാഗത്തിൽപ്പെടുന്ന ഒരു ദുരന്തമായി ഇതിനെ കാണാൻ കഴിയുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടും എന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷ. മറുപടി വല്ലതും കിട്ടിയോ? ഇതുവരെ ഒന്നും ലഭ്യമായി അറിവായിട്ടില്ല. ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ ഇവിടെ കേന്ദ്രീകരിക്കുകയാണ്. അതുകൊണ്ട് കത്തെഴുത്തുകളിൽ ഞാനറിയുന്ന വിധത്തിലൊന്നും കിട്ടിയിട്ടില്ല, ഇല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ 2018 പ്രളയത്തിലെ കണക്ക് നോക്കിയാൽ പോലും അവിടെ നിന്ന് വേണ്ട വിധത്തിലുള്ള ഒരു സഹായം കിട്ടാത്തൊരനുഭവം സംസ്ഥാനത്തിന് മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ വലിപ്പച്ചെറുപ്പങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണേണ്ട ഒന്നല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഒരു അഭിപ്രായവും വേറെ പറയാത്തത്. ഇപ്പോൾ നമ്മളൊരു ദുരന്തമുഖത്താണ്. ഒരു മന്ത്രിയുടെ വാക്കുകൊണ്ട് പോലും നമുക്ക് കിട്ടാൻ പോകുന്നൊരു സഹായത്തില്ലായ്മ ചെയ്യരുത്. ഞങ്ങളിപ്പോൾ അഭ്യർത്ഥിക്കുന്നു, ഞങ്ങളുടെ ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, കേരളത്തിലെ 3.5 കോടി മലയാളിക്ക് വേണ്ടി ഞങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണിത്. മക്കളുണ്ടെങ്കിൽ വരും, മുല കൊടുക്കാമെന്ന് പറയുന്ന അമ്മമാർ മുതൽ കോടികൾ തങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിനെ സഹായിക്കാമെന്ന് പറയുന്നത് വരെയുള്ള മലയാളി മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. അത് ചെവിക്കൊള്ളുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ചെവിക്കൊള്ളാതെ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. തെരച്ചിൽ ഇപ്പോൾ ഏത് തരത്തിലൊക്കെയാണ് നടക്കുന്നത്? 6 സോണുകളായി 40 ടീമുകൾ വളരെ ഗംഭീരമായ തരത്തിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ഓരോ മിനിറ്റിലും അതിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. നമുക്കിനി ക്ലോസ് ചെയ്ത് കൊണ്ടുവരണം. ഓരോ ഘട്ടവും എത്രമാത്രം ഇനി തിരയാനുണ്ട് എന്നുള്ളതിൻ്റെ ശതമാനം നോക്കിയെടുത്ത്, ഏരിയ നോക്കിയെടുത്ത്, ഇനി തിരയാനൊന്നുമില്ലാത്ത വിധത്തിൽ നമുക്ക് അത് മാറ്റിയെടുക്കണം. ഇപ്പോൾ പുതിയ കഡാവർ ഡോഗ്സ് കൂടി പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. സൂററ്റിൽ നിന്ന് വന്നിട്ടുള്ള പുതിയ കഡാവർ ഡോഗ്സ് കൂടി 4 വന്ന് ഇന്ന് ആ വിധത്തിലുള്ള പരിശീലനം ആരംഭിക്കുകയാണ്. നോക്കൂ, നിങ്ങൾക്ക് കാണാം, കേണൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവരുടെ പ്രത്യേക റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തി വരികയാണ്. നമുക്ക് അവസാനത്തെ ആളെ കിട്ടും വരെ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞങ്ങൾക്കറിയാം സമയമില്ലാത്ത സമയത്താണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതെന്ന്. വളരെയധികം നന്ദി.